പാതിരാത്രിയിലെ ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വീണ്ടും ജാസ്മിന്റെ വെറുപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. അറ്റൻഷൻ സീക്കിംഗ് വെറുപ്പിക്കൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പുറത്ത് ആ ഒരു യെല്ലോ കോർണറിൽ ഇരിക്കുന്ന സിബിൻ, ജിൻഡോ, അഭിഷേക് എസ്, ഇവരെ പരമാവധി വെറുപ്പിച്ച് പ്രൊവോക്ക് ചെയ്യുക എന്നതാണ് ജാസ്മിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഇത്രയും ദിവസം ഉണ്ടായ സകല സംഭവങ്ങളും ഒരുമാതിരി പ്രാന്തന്മാർ ഓലിയിട്ട് പറയുന്നത് പോലെയാണ് ജാസ്മിൻ പറയുന്നത്. ഒരു ലക്കും ലകാലും ഇല്ലാതെ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ അടിച്ച് പൂസായിട്ടിരിക്കുന്നവരൊക്കെ പറയത്തില്ല, വിഷമം പറയത്തില്ല, ആ രീതിയിൽ ജാസ്മിൻ ആകെ നിലവിട്ടങ്ങ് പറയുകയാണ് ഓരോരോ കാര്യങ്ങളായിട്ട്. ജാസ്മിൻ എന്താണ് പറഞ്ഞത് എന്ന് ജാസ്മിനോട് ചോദിച്ചാൽ പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ലായിരിക്കും. അമ്മാതിരി ഫ്രസ്ട്രേഷനും അമ്മാതിരി ചൊറിച്ചിലും പാതിരാത്രി. വീണ്ടും സൈക്കോളജിസ്റ്റ് വരേണ്ടി വരുമെന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും ഉണ്ട്. സിബിനെ, നിനക്ക് ഗട്സ് എന്ന് പറയുന്ന സാധനം ഇല്ല, അത് എനിക്കുണ്ട്, നീ ഉറക്കെ പറയടാ, സംസാരിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. സിബിനോടെ പാട്ടും പാടിയിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് കിടക്കുമ്പോഴേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, കാരണം കാലേ വാരി നിലത്തടിക്കും എന്നൊരു ഭീഷണിയുണ്ട് എനിക്ക് നേരെ, പേടിയാണ്, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. വേറെ ഒരു ദിവസം എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. പ്യുവർ വിക്ടിം കാർഡ് ഗെയിമാണ് ഇതൊക്കെ. ഇതിലൊന്നും ഒരു സത്യമായ കാര്യങ്ങളും ഇല്ല. ജാസ്മിൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വിശപ്പിന്റെ വിളിയും ഉണ്ട് എന്ന് തോന്നുന്നു ഈ ഒരു പ്രൊവോക്കിങ്ങിന്റെ പിന്നില്. അത് ചോറും സാമ്പാറും എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചിട്ടില്ല. സിബിനൊക്കെ ആകെ ഇഗ്നോർ മൂഡിലാണ്, അതേപോലെ ജിൻഡോയും. ആകെ അഭിഷേക് മാത്രമാണ് ഉരുളക്കുപ്പേരി പോലെ എന്തൊക്കെയോ പറയുന്നത്. അപ്പൊ ഞാൻ കാക്കയല്ലേ, ഞാൻ പറക്കത്തില്ലേ എന്നൊക്കെ അഭിഷേക് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചൊറിച്ചിലും പ്രൊവോക്കിങ്ങും ഒക്കെ ഒഴിഞ്ഞ് സ്ഥലം ശാന്തമായപ്പോഴത്തേക്ക് ഗബ്രി അടുത്തു പോയി ഇരിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നു, എനിക്ക് സമാധാനമായി, ദിവസങ്ങളായിട്ട് മനസ്സിൽ കൂട്ടിക്കൂട്ടി വെച്ചത് പറഞ്ഞു തീർത്തു, ഇന്ന് ഫ്രസ്ട്രേഷൻ തീർന്നു എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഇത്രയും നേരം ലൈവ് കണ്ടോണ്ടിരുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇപ്പോഴും മെന്റലി ഓക്കെ അല്ല. ഈ ഗെയിം കളിക്കാൻ ഇപ്പോഴും ജാസ്മിൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, ഓക്കെ അല്ല. അതുകൊണ്ടാണ് പാതിരാത്രി ഉറക്കമില്ലാതെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നടക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയൊരു ഗെയിമേ അല്ല ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.